പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകളിൽ ഒന്നാമത്തേത് ലോഗൻ പോൾ എന്ന നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ഡബ്ല്യുഡബ്ല്യുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കി എന്നുള്ളത് ലോഗൻ പോൾ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്ത ഒരു അപ്ഡേറ്റ് ലോഗൻ പോൾ പങ്കുവെക്കുന്നത്. കൂടാതെ ലോഗൻ പോൾ അദ്ദേഹം ഒരു ഫുൾ ടൈം റെസ്ലറായി മാറുന്നതിൻ്റെ സൂചനയും നൽകിയിട്ടുണ്ട്. കൂടുതൽ അപ്പിയറൻസുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ താൻ ഡബ്ല്യുഡബ്ല്യുവിന് വേണ്ടി നടത്തുമെന്നുള്ളതാണ് ലോഗൻ പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇതൊരു പാഷനായി മാറിയിട്ടുണ്ട്, അദ്ദേഹത്തിന് അതൊരു ഹോബിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡബ്ല്യുഡബ്ല്യു കരിയറിനെ സംബന്ധിച്ച് ലോഗൻ പോൾ പറയുന്നത്. ലോഗൻ പോളും കെവിൻ ഓവൻസും പെർഫോമൻസ് സെൻറ്ററിൽ ഫൈറ്റ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ലോഗൻ പോൾ ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കെവിൻ ഓവൻസിനെതിരെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യുഡബ്ല്യുയുടെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ കമൻറ്റേറ്ററായ കെവിൻ പാട്രിക് എന്ന കമൻറ്റേറ്ററിനെ ഡബ്ല്യുഡബ്ല്യു റിലീസ് ചെയ്തതിനെ സംബന്ധിച്ചാണ് ഇന്നലെ രാത്രിയോടുകൂടി PW ഇൻസൈഡർ എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെയാണ് കെവിൻ പാട്രിക്കിനെ റിലീസ് ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറം ലോകം അറിയുന്നത്. കെവിൻ പാട്രിക്കിനെ സ്മാക്ഡൗണിൻ്റെ കമൻറ്റേറ്റർ റോളിൽ നിന്ന് മാറ്റാൻ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ വമ്പൻ ചർച്ചകൾ നടന്നിരുന്നു. ആരാണ് കെവിൻ പാട്രിക്കിന് പകരം സ്മാക്ഡൗണിൻ്റെ കമൻറ്റേറ്റർ ആകുക എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി കെവിൻ പാട്രിക്കിനെ റിലീസ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയും പുറത്തേക്ക് വന്നു. എന്തുകൊണ്ട് റിലീസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കെവിൻ പാട്രിക്കിൻ്റെ ആ കമൻറ്റേറ്റർ റോള് ഡബ്ല്യുഡബ്ല്യു ഹയർ ഒഫീഷ്യൽസിന് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരു സാധാ കമൻറ്റേറ്റർക്ക് വേണ്ട രീതിയിലല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കമൻറ്റേറ്റർ ആ ഒരു റോളിന് ഫാൻസിന് അധികം വലിയൊരു ഇഷ്ടമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പാട്രിക്കിനെ റിലീസ് ചെയ്തത് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ്. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നർ എന്ന സൂപ്പർ താരത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നർ നിലവിൽ ഇഞ്ചുറി മൂലം മാറി നിൽക്കുകയാണ്. അതിലുപരി ഇന്ന് രാവിലെ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ച് വലിയ വിവാദപരമായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നു. വിൻസ് മിക്മാൻ, ജോൺ ലോറൻസ് തുടങ്ങിയവരുടെ കൂടെ ബ്രോക്ക് ലെസ്നറും കൂടി ഒരു സെക്ഷൽ അലിഗേഷൻ നേരിടുന്നതായിട്ടാണ് നമുക്ക് ഇന്ന് രാവിലെ ലഭിച്ച ഒരു അപ്ഡേറ്റിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ആ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഫൈറ്റ്ഫുൾ സെലക്ട് എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ ഇത്രയും വിവാദപരമായിട്ടുള്ള ഒരു ന്യൂസ് പുറത്തേക്ക് വന്നതിന് ശേഷം ക്രിയേറ്റീവ് ടീം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഫൈറ്റ്ഫുൾ റിപ്പോർട്ട് ചെയ്യുന്നത് റോയൽ റംബിൾ കഴിഞ്ഞതിന് ശേഷം ബ്രോക്ക് ലെസ്നറിനെ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി വീക്കിലി എപ്പിസോഡിൽ കൊണ്ടുവരാനാണ് യഥാർത്ഥത്തിൽ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു പ്ലാനിൽ നിലവിൽ വ്യത്യാസങ്ങൾ വരുത്താൻ സാധ്യത ഉണ്ടെന്നാണ് ഫൈറ്റ്ഫുൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് റസൽമേനിയ സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ടുള്ള ബ്രോക്ക് ലെസ്നറിൻ്റെ തിരിച്ചുവരവിന് റസൽമേനിയ സ്റ്റോറി ലൈനും അതിനു മുൻപുള്ള എലിമിനേഷൻ ചേംബർ സ്റ്റോറി ലൈനും ഭാഗമായിട്ടുള്ള ബ്രോക്കിൻ്റെ റിട്ടേണിന് ചിലപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. ബ്രോക്ക് ലെസ്നറിൻ്റെ റിട്ടേൺ തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനർത്ഥം റോയൽ റംബിളിലെ മെൻസ് റോയൽ റംബിൾ മത്സരത്തിൽ നിന്നും ബ്രോക്കിനെ ഒഴിവാക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ ബ്രോക്ക് ലെസ്നറിന് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് വലിയ രീതിയിൽ ബാക്ക് സ്റ്റേജിൽ നിലവിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വിൻസ് മിക്മാൻ, ജോൺ ലോറൻസ്, ബ്രോക്ക് ലെസ്നർ തുടങ്ങിയവർക്കെതിരെ ഇന്ന് രാവിലെ വന്ന ആ ഒരു വിവാദപരമായിട്ടുള്ള ആ ഒരു അലിഗേഷൻ അതെന്താണെന്നുള്ളത് രാവിലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.